വർഷങ്ങളായി വെള്ളമില്ലാതെ വലയുകയാണ് പത്തനംതിട്ട കണക്കമുക്ക് നിവാസികൾ. ജൽജീവൻ മിഷന് വേണ്ടി ഉണ്ടായിരുന്ന പൈപ്പ് ലൈനുകൾ നിർത്തലാക്കിയെന്നതും പുതിയ സ്ഥാപിച്ചിട്ടില്ല എന്നതുമാണ് നാട്ടുകാരുടെ പരാതി. കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കിലോമീറ്ററുകളോളം നടന്നു വേണം വെള്ളം ശേഖരിക്കാൻ. വലിയ ബക്കറ്റുകളിൽ നിറയെ വെള്ളവുമായി കുത്തനെയുള്ള കയറ്റം കയറിയാണ് പലരും വീടുകളിലെത്തുന്നത്. ശേഖരിച്ച വെള്ളത്തിലെ ഓരോ ഗ്ലാസും എണ്ണിയുള്ള ഉപയോഗം. വർഷങ്ങളായുള്ള ഇവരുടെ ദിനചര്യ ഇതാണ്. വർഷമായിട്ട് ഞങ്ങൾക്ക് പൈപ്പ് വെള്ളമില്ല. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. താഴെ കുഴിയിൽ നിന്ന് കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഗ്ലാസ്സിൽ അളന്ന വെള്ളം ഓരോ കാര്യത്തിനും എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അത്രയ്ക്ക് ഞങ്ങൾക്ക് കഷ്ടതയാണ് വെള്ളത്തിന്. 2.5 വർഷക്കാലമായി നാരങ്ങാനം പഞ്ചായത്ത് 2-ാം വാർഡിലെ പൈപ്പുകളിൽ വെള്ളം വന്നിട്ട് പരാതി പറഞ്ഞ് മടുത്ത ജനതയാണ്. പാത്രവും തുണികളും കഴുകാൻ പോലുമുള്ള വെള്ളമില്ല. പ്രായമായ ആളുകൾ മാത്രമുള്ള വീടുകളിലാണ് ഏറ്റവും ദുരിതം. പശു ഉപജീവന മാർഗമാക്കിയ പലരും ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ കന്നുകാലികൾക്ക് കൊടുക്കാൻ വെള്ളമില്ലാത്തതുകൊണ്ട് കിട്ടിയ വിലയ്ക്ക് അവയെ വിറ്റു. ഒന്നല്ല, നിരവധി ക്ഷീര കർഷകർ. ഞങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങൾ ഞങ്ങൾക്ക് തന്നില്ല, ആ പാർട്ടി ഞങ്ങൾക്ക് തന്നില്ല. പിന്നെ ഞങ്ങൾ ആരോട് ചോദിക്കണം? ദൈവം തമ്പുരാൻ്റെ അടുത്തോ അതേ ജനങ്ങളെടുത്തോ ആരോട് ചോദിക്കാനും? ഞങ്ങൾക്ക് എന്നും നിവർത്തിയില്ല. പലചരക്ക് ഇടയിൽ പോയി 700 കിട്ടിയാൽ 800 രൂപ വെള്ളത്തിനടയ്ക്കണം. ഞങ്ങളെങ്ങനെ ജീവിക്കും? വോട്ടിന് മാത്രം തങ്ങളെ മതിയെന്നും അതു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാറുപോലുമില്ലെന്നാണ് ചിലരുടെ ആരോപണം. പ്രധാനമന്ത്രിയുടെ ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് മുൻപുണ്ടായിരുന്ന പൈപ്പ് ലൈനുകൾ തകർന്നു. ഇതോടെയാണ് സുഗമമായി നടന്നുകൊണ്ടിരുന്ന ജലവിതരണം മുടങ്ങിയത്. എന്നാൽ ജൽജീവൻ പദ്ധതിയിൽ ഇതുവരെയും വെള്ളമെത്തിയില്ല. ഇട്ട പൈപ്പ് ലൈനുകൾ തുരുമ്പെടുക്കുന്നത് മിച്ചം. ഞങ്ങൾ ഒന്നേ ജീവിക്കണമെന്ന് നിങ്ങൾ അനുവദിക്കുക, അല്ലെങ്കിൽ മരിക്കണമെങ്കിൽ അങ്ങനെ തീരുമാനിക്കില്ല. ഇങ്ങനെ കിടന്നാൽ മരിക്കല്ല ഉള്ളൂ. എങ്ങനെയാണെന്ന് അവർ തീരുമാനിക്കണം. ഞങ്ങൾ പലയിടത്ത് വിളിച്ചു. ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് വിളിച്ചു. അവിടുന്ന് എനിക്ക് മിനിസ്ട്രിയുടെ ഓഫീസിലെ നമ്പർ തന്നു. അവർ വന്നു. ഞാൻ അവിടെ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, പരിഹരിക്കാമെന്ന് പറഞ്ഞു, സാറിനോട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നാട്ടിലുള്ളവർ എന്നെ കൂടെ അങ്ങൊരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. അതും ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് എന്താ വന്നെന്ന് തീരുമാനിക്കുക. ഇപ്പോൾ ലൈൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, കണക്ഷൻ തന്നിട്ടുണ്ട്. ആ ലൈനിൽ കൂടെ വെള്ളം വിട്ടാൽ ഞങ്ങൾക്ക് ലൈൻ തന്നവർക്കെല്ലാവർക്കും അത് ശരിയാവും. ജലദൗർലഭ്യത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇല്ലെങ്കിൽ വോട്ട് ബഹിഷ്കരിക്കുന്നതുൾപ്പെടെയുള്ള സമരപരിപാടികളിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.